ഹായ് ഗായ്സ്, എല്ലാവർക്കും വേണ്ടി നമസ്കാരം. എല്ലാവരും ഹോം ടൂർ ചെയ്യുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കൊരു ഹോം ടൂർ ചെയ്യണത്. പക്ഷേ സ്വന്തം വീട് ഹോം ടൂർ ചെയ്യണത് ഭയങ്കര സെക്യൂരിറ്റി ക്രൈസിസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന Airbnb ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കയറുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതൊരു നമ്പർ ലോക്കിംഗ് സിസ്റ്റമാണ്. അവർക്ക് ഇവിടെ ഒരു ഡോർബെല്ലും ക്യാമറയും ഉണ്ട്. Come on inside guys. Let's go. ഓക്കെ, ഞാൻ ലൈറ്റ് ഓൺ ചെയ്യട്ടെ. സോ വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് കോട്ട്സ് ഒക്കെ ഇടാനായിട്ട് റാക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു മിററുണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കാം മിററിൽ. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു വാഷർ ഉണ്ട്, ലോണ്ട്രി. അതുപോലെ തന്നെ നമ്മുടെ റീസൈക്കിൾ സാധനങ്ങൾ വെക്കാവുന്നതും അതുപോലെ അത്യാവശ്യം നമ്മുടെ ലോണ്ട്രി ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ അംബ്രല്ലാസ് ഇരിപ്പുണ്ട്, ഡോഗ് പൂപ്പ് ബാഗ്സ് ഇരിപ്പുണ്ട്. പിന്നെ ഡോഗ്സിൻ്റെ ഒരു ബോൾ അവർ ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു ബോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാലും ഉണ്ട്, ടെഡിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഒരു സെക്കൻഡ്. കെലയിൽ കഴിക്കാൻ പോയി കെലയിൽ. സോ ഞങ്ങളുടെ ഫസ്റ്റ് ഇവിടെ വീട്ടിൽ താമസിക്കുന്ന ഡോഗിയാണിത്. ഇത് ഞങ്ങളുടെ കെലയിലാണ്. ഇവന് 12 വയസ്സായി. ഇവനൊരു യോർക്കി പൂഡൽ പൂവാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഹാഫ് വാഷ്റൂം പോലത്തെ ബാത്റൂം പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിവിടെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നിരത്തിയിട്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാം. പിന്നെ കണ്ടോ ഒരു ഹാഫ് വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ അവിടെ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇനി കയറി ഇവിടെ വരുമ്പോഴാണ് കിച്ചണിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ അവർ നല്ല രസമുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വുഡൻ ടേബിളാണ് ഇവിടെ ഉള്ളത്. 6 പേർക്ക് ഇരിക്കാനുള്ള കസേര ഉണ്ട് ഇവിടെ. പിന്നെ ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വിൻസെൻ്റ് വാൻ ഗോയുടെ ഒരു ഫ്ലവറിൻ്റെ പിക്ചറാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഈ Airbnb മൊത്തം നിങ്ങൾക്ക് നല്ല രസമുള്ള പിക്ചേഴ്സ് കാണാൻ പറ്റും. അതും ഒരു വാൻ ഗോയുടെയാണ് ഇരിക്കുന്നത്. ഈ വാൾപേപ്പർ കണ്ടോ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ തംബ്നെയിലിൽ മിക്കവാറും ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ വാൾപേപ്പർ ആയിരിക്കും. ഡാർക്ക് ബ്ലൂ എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കിച്ചണിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഞങ്ങളിപ്പോൾ ഇവിടെ നിരത്തി വെച്ചേക്കുകയാണ്, ഞങ്ങൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ. പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡിഷ് വാഷറുണ്ട്, അവനുണ്ട്, പിന്നെ ഇവരുടെ മൈക്രോവേവ് ഇൻഡക്ഷനുണ്ട്. പിന്നെ എല്ലാ യൂട്ടൻസിൽസും അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. പിന്നെ മുകളിലാണ് 2 ബെഡ്റൂംസ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം TV ഉണ്ട്. ആൾക്കാർക്ക് ഇരുന്ന് കളിക്കാനുള്ള ബോർഡ് ഗെയിംസും കാര്യങ്ങളും, 2 ലാമ്പും. ഇതായിരിക്കുന്നൊരു മണി ട്രീ ഉണ്ടോ ഗൈസ്, അത് ഒറിജിനലാണേ. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റഡി പോലത്തെ ടേബിളുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് കിഡ്സ് ഗെയിം ഞങ്ങൾ എൻ്റെ മദറിലോ കൊണ്ടുവന്ന കുറേ ഗെയിംസ് ഇരിപ്പുണ്ട് ഇവിടെ. പിന്നെ അവിടെ കണ്ടോ ഇരിക്കുന്നത് എൻ്റെ ടെലിസ്കോപ്പാണ്, എൻ്റെ സെലക്ട്രോണെ. ഇന്ന് ഞങ്ങളത് ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്യും. പിന്നെ എനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പോർച്ചാണ്. ഈ 1800s കാനഡയിലുള്ള വീടുകൾക്ക് ഈ വലിയ പോർച്ചുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഈ വീടിൻ്റെ കണ്ടോ നിങ്ങളിവിടെ നോക്കിയാൽ ഒരു വലിയ പോർച്ചുണ്ട്. അതുപോലെ തന്നെ ഈ മരങ്ങൾ കണ്ടോ. ഞാൻ ഒത്തിരി ഒച്ച സംസാരിക്കുന്ന പുറകിൽ ഹൈവേ ഉള്ളതുകൊണ്ടാണ്. നല്ലതായിട്ട് ട്രാഫിക് ഉള്ള റോഡാണ് ഈ 2 സൈഡിലും. പക്ഷെ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ കണ്ടു ഈ വലിയ വലിയ മരങ്ങൾ അവർ പണ്ട് വച്ചേക്കുന്നത് എന്ത് വലുതായി നോക്ക്, നല്ല വലിയ മരങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഫ്ലവറിങ് ട്രീ ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പോർച്ച്. രാവിലെ ഒരു കോഫിയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടൊന്ന് ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഞാനിപ്പോൾ ഇന്നലെ ചെയ്തില്ല, പക്ഷെ മിനിഞ്ഞാന്നൊക്കെ ഞാനിവിടെ രാവിലെ വന്നിരുന്നായിരുന്നു. നല്ല ഫീലാണ്. ഇന്നലെ കുറച്ച് തണുപ്പായിരുന്നു. ഇന്നിനിപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കണം. ഇനി നിങ്ങൾ ഞാൻ പൊക്കത്തെ ഭാഗം കാണിച്ചു തരാമേ. വരും മുകളിലേക്ക് പോകാം. ഇവിടെ വേറൊരു ബാത്റൂമുണ്ട്. അത് ഒരു ഫുൾ ബാത്റൂമാണ് വിത്ത് ബാത്ത് ടബ്. പിന്നെ ഇവിടെ ഒരു മിററും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എൻ്റെ അമ്മയും
പിന്നെ ഞങ്ങളും യൂസ് ചെയ്യുന്നതാണ്. കാരണം താഴത്ത് ബാത്ത് മാത്രമല്ലേ ഉള്ളൂ, അല്ല ടോയ്ലറ്റ് മാത്രമല്ലേ ഉള്ളൂ. സോ ഇതാണ് അവർ കിടക്കുന്ന റൂം. പക്ഷെ അവരുടെ ആളുണ്ടെന്ന് തോന്നുന്നു, അത് കാരണം നമുക്ക് അകത്ത് പോകണ്ട. ഇനി ഒരു പോർഷനും കൂടി ഉണ്ട് ഈ വീടിൻ്റെ, അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് കാൽഗോട്ട് ഗെറ്റ് ഹിം. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഓക്കെ, താഴത്തേക്ക് പോകാം നമുക്ക്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇവിടെ ഒരു ചെറിയ ഡെക്ക് സിറ്റുവേഷൻ ഉണ്ട്. കണ്ടോ, ഡെക്കുണ്ട്. അതുപോലെ തന്നെ ഡെക്കിൽ ഒരു ബാർബിക്യൂ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേക്സോ ചിക്കനോ ഒക്കെ ഗ്രില്ല് ചെയ്യോ ബാർബിക്യൂ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലൈറ്റ്സ് രാത്രി അത് തന്നെ തെളിയും. സോളാറാണെന്ന് തോന്നുന്നത് എനിക്ക്, കാരണം അതിൻ്റെ ഒരു ഇത് ടൈമറിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇത് തെളിയും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഫയർ പ്ലേസും ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ചെറിയ എയർബിഎൻബി ടൂർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ സ്ട്രാറ്റ്ഫോർഡ് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു സ്മോൾ ടൗണിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ആ സ്ഥലത്തു നിന്ന് വാങ്ങിക്കില്ലേ, അപ്പോൾ അതുപോലെ വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാള് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അകത്ത് പോവാം. സോ ഗായ്സ്, ഞാൻ നിങ്ങളെ എൻ്റെ ഷോപ്പിംഗ് ഹാൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയത് വുഡ്സ്റ്റോക്ക് ഓൺടാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ വുഡ്സ്റ്റോക്ക് ഓൺടാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടി തന്നെ പേര് പറഞ്ഞേക്കുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഫ്രണ്ട്ലിയസ്റ്റ് കൗണ്ടി എന്നാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നാണ്. അപ്പോൾ അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഇത് ചീസി കൗ കമ്പനി. ഒരു ചെറിയ ഷോപ്പായിരുന്നു. അവിടെ ചീസും അങ്ങനത്തെ കോണ്ടിമെൻറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇതൊരു മോൺട്രിയൽ സ്റ്റേക്ക് സീസണിങ് ആണ്. ഇതിൻ്റെ പേര് കനേഡിയൻ സ്മോക്ക് എന്നാണ്. ഇത് ഞാൻ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചാണ്. ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മുസ്കോക്ക ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗാർലിക് സോസ് അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെ 2 ചിപ്സ് വാങ്ങിച്ചു അവിടുന്ന്. ഇത് ഞാൻ മാത്രം വാങ്ങിച്ചല്ല, ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാവരുടെയും സാധനങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇത് 2 ചിപ്സ് ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഡെല ചെറ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ലെമൺ ഇൻഫ്യൂസ്ഡ് ഒലിവ് ഓയിൽ. അപ്പോൾ ഇതിനകത്ത് ഒരു ലെമൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒലിവ് ഓയിൽ. അപ്പം ഞാൻ വിചാരിച്ചു സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര നല്ലതാണ്. ഇത് ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിലാണ്, സെയിൻറ്റ് കാത്തറിൻസിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഞങ്ങളുടെ അവിടുത്തെ സാധനമാണെന്ന്. പിന്നെ ഇപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ചീസി കൗ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ടീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച സ്ഥലത്തിൻ്റെ പേര്, അത് സ്ട്രാറ്റ്സ്ഫോർഡ് ഓൺടാരിയോയിൽ യോർക്ക് സ്ട്രീറ്റിലുള്ള ഒരു പ്ലേസാണ്. ഡിസ്റ്റിങ്ക്ട്ലി ടീ എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് ടീസാണ്. ഇതൊക്കെ ലീസ വാങ്ങിച്ചാണ്. ലീസയുടെ സിസ്റ്ററിന് ടീ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഹാപ്പി ടമി ടീ, യോഗി ചായ്, ഹെർബൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീസ് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, ദ ബ്യൂട്ടിഫുൾ സ്കിൻ ഓർഗാനിക്. അപ്പോൾ ഈ ടീസൊക്കെ ഞങ്ങൾ അവിടെ ഡിസ്റ്റിങ്ക്ട്ലി ടീ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ അവിടെ തന്നെ ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ അമ്മായിയമ്മ വാങ്ങിച്ചതാണ്. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ക്യാൻഡീസ്. അപ്പോൾ ഈ ക്യാൻഡീസൊക്കെ വാങ്ങിച്ചത് വീട്ടിലേക്കാണ്, കുട്ടികൾക്കായിട്ട്. അപ്പോൾ ജോളി റാഞ്ചർ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്കിതൊന്നും അറിയത്തില്ല എന്താന്ന് പോലും. വച്ച മക്കലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം, വച്ച മക്കലെറ്റ്. And there's another one called Payday. Whatchamacallit. There's one called Payday. പിന്നെ കുറേ കൗ ടേൽസ് എന്നും ഒക്കെ പറഞ്ഞിട്ട് കണ്ടു. ഇങ്ങനത്തെ കുറേ ക്യാൻഡീസ്, കുറേ ഫ്രൂട്ട്സ് ക്യാൻഡീസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കേട്ടിട്ടുള്ളൊരു സാധനമാണ് ടാഫി ക്യാൻഡീസ് എന്ന് പറഞ്ഞിട്ട്. ഇതെനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു വിൻറ്റേജ് ക്യാൻഡിയാണ് അല്ലേ? സോ ഇത് എ വിൻറ്റേജ് ക്യാൻഡി. അപ്പോൾ ഇതൊക്കെ ലീസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാൻഡി ഷോപ്പിൽ നിന്ന്. പിന്നെ ഇത് ജസ്റ്റ് കുറച്ച് നോട്ടി ആയിട്ടുള്ള തിങ്സ് എഴുതിയിട്ടുള്ള പെൻസാണ്. അത് ലീസയുടെ ഫ്രണ്ട്സിന് വാങ്ങിച്ചു. ബട്ട് ഇറ്റ്സ് വെരി ഫണി. ഇതിനകത്ത് ഒരെണ്ണത്തിൽ എഴുതിയേക്കണേ ഐ ഡോണ്ട് ഫക്കിൻ നോ, ഐ ഡോണ്ട് ഫക്കിൻ കെയർ, ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. പിന്നെ ഒരെണ്ണത്തിൽ എഴുതിയേക്കുന്നത് ചിൽ ദ ഫക്ക് ഔട്ട്, ഷിറ്റ് കുഡ് ബി വേഴ്സ്, ഡോണ്ട് ലെറ്റ് ഇഡിയറ്റ്സ് റൂയിൻ യുവർ ഡേ. അങ്ങനെ 2 സെറ്റ് പെൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ക്യാറ്റ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ക്യാറ്റ് കഫേ ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ക്യാറ്റ്സിനെ പെറ്റ് ചെയ്തിട്ട് നമുക്ക് കോഫി കുടിക്കാം. പക്ഷെ ഞങ്ങൾ റിസർവ് ചെയ്യാത്ത കാരണം ഞങ്ങൾക്ക് ക്യാറ്റ്സിനെ പെറ്റ് ചെയ്യാൻ പറ്റിയില്ല.
പക്ഷേ ഇത് ഒരു പാക്കറ്റ് ഞങ്ങളൊരു സർപ്രൈസ് ബോക്സ് പോലെ അവർ വെച്ചിരുന്നതാണ്. അത് ആര്യൻ കണ്ടപ്പോൾ ആര്യൻ ഇഷ്ടപ്പെട്ട്, അപ്പോൾ അത് അവൻ്റെ അമ്മൂമ്മ അവന് വാങ്ങിച്ചും കൊടുത്തു. അപ്പോൾ ഇതിനകത്തെല്ലാം വരുന്നതെല്ലാം ക്യാറ്റ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ ആയിട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ക്യാറ്റിനെ അഡോപ്റ്റും ചെയ്യാം ആ ക്യാഫേന്ന്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ആ സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഈ കുട്ടികൾക്ക് പറ്റി കുറച്ച് സാധനങ്ങളുണ്ട്. കണ്ടാ, ഇത് ബാഗിലൊക്കെ തൂക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. സോ സ്ട്രാറ്റ്ഫോർഡ് ഓൺടാരിയോയിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ കണ്ടൊരു സ്റ്റോറാണ് ഒലിവ് യുവർ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒലിവ് ഓയിലിൻ്റെ ഒരു സ്റ്റോർ. അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഈ റോസ്റ്റഡ് ഗാർലിക് ആൻഡ് ഓണിയൻ ഇൻഫ്യൂസ്ഡ് സോൾട്ട് വെസ്റ്റ് നാച്ചുറൽസിൻ്റെ സീ സോൾട്ട് കണ്ടു. അപ്പോൾ അത് വാങ്ങിച്ചായിരുന്നു. പിന്നെ കുറച്ച് ഒലിവ് ഹാലപ്പീനോ സ്റ്റഫ്ഡ് ഒലിവ്സ് വാങ്ങിച്ചു. ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ വാങ്ങിച്ച ഇത് അവിടുന്ന് വാങ്ങിച്ചല്ല, ഇത് ഞങ്ങൾ നേരത്തെ ചീസി കൗ കമ്പനിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഇത് എന്താണ്, ഒരു ഒലിവ് ഓയിലാണ്. ഒന്ന് പേർഷ്യൻ ലൈം ഇൻഫ്യൂസ്ഡും ഒന്ന് ഹണി ജിഞ്ചർ വൈറ്റ് ബാൽസാമിക് വിനീഗർ ഇൻഫ്യൂസ്ഡും ആണ്. സോ ഇത് അവിടുന്ന് വാങ്ങിച്ചാണ്. അവിടുന്ന് ഞാനും ഒരു സാധനം വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ ഈ വാങ്ങിച്ചതൊക്കെ എൻ്റെ മദർ-ഇൻ-ലോ വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഞാൻ വാങ്ങിച്ചത് ഒരു ബാൽസാമിക് സാലഡ് ഡ്രസ്സിംഗ് ആണ് വാങ്ങിച്ചത്. അത് ക്രാൻബെറി പെയർ ഫ്ലേവർ ഉള്ളതാണ്. കണ്ടോ, വൈറ്റ് ബാൽസാമിക് വിനീഗർ. ഇത് ഞാൻ അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു സാലഡിൻ്റെ ഒപ്പം നല്ല അടിപൊളിയായിരിക്കും, അത് കാരണമാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒലിവ് യുവർ ഫേവറേറ്റ്സ് എന്ന് വാങ്ങിച്ചത്. പിന്നെ വേറൊരു സ്റ്റോർ ഉണ്ടായിരുന്നു, ആ സ്റ്റോറിൻ്റെ പേര് ഞാൻ മറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഇവിടെ വെച്ചായിരുന്നു. ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര്. അത് ഈ സ്ട്രാറ്റ്ഫോർഡിൽ തന്നെ യോർക്ക് സ്ട്രീറ്റിലുള്ള വേറൊരു സ്റ്റോറാണ്. യോർക്ക് സ്ട്രീറ്റിലല്ല, അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ട്രീറ്റാണ്, പക്ഷേ അവിടെ ആ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഇത് വിമൻ ഓൺഡ് അല്ലെങ്കിൽ വിമൻ ഓൺട്രപ്രണർ ആയിട്ടുള്ള സ്റ്റോഴ്സിൽ നിന്ന് അവർ വാങ്ങിച്ച് ഒരു കളക്ഷൻ ഓഫ് സ്റ്റഫ് ആയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കേട്ടു 100 hours കത്തുന്ന ക്യാൻഡിൽ ഉണ്ടെന്ന്. അപ്പോൾ ഏതായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏക്കോൺസ് ആണ്. കണ്ടോ, ഇത് ഏക്കോൺസ് ആണ്. ഈ ഏക്കോൺസിൽ പെപ്പർമിന്റ് ഓയിലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ ഡാബ് ചെയ്തിട്ട് വല്ലയിടത്തും വെക്കുവാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ആ ഏരിയയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫ്യൂസറാണ് അത്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചൊരു ക്യാൻഡിലാണ്. ഇത് ബീസ് വാക്സ് ക്യാൻഡിലാണ്. സാധാരണ ക്യാൻഡിൽ പോലെ അത്രയും ടോക്സിസിറ്റി ഉണ്ടാവില്ല. ഇതും അവർ പറഞ്ഞത് ഒരു 100 hours ബേൺ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണമാണ് ഞാനിത് വാങ്ങിച്ചത്, നാച്ചുറലും ആയതുകൊണ്ട്. പിന്നെ ആരിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈ ഗം ഡ്രോപ്സിൻ്റെ ഫ്ലേവറിലുള്ള ബാത്ത് ബോംസ് വാങ്ങിച്ചു. കാരണം വീട്ടിൽ അവൻ ബാത്ത് എടുക്കുമ്പോഴത്തേക്കും അവന് കളിക്കാനായിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സോയ് ബേസ്ഡ് ക്യാൻഡിലാണ്. ഇത് സെൻറ്റഡ് മാർക്കറ്റ്, ഇതും ആ സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഇതും അതിനകത്ത് പറയുന്നുണ്ട് 100 hours ബേൺ ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ സ്മെല്ല് ഒരു ഫോളി സെൻറ്റാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്, നല്ല രസമുണ്ട്. ഇറ്റ്സ് ഫോളിയോൾ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ $31 ആയിരുന്നു, പക്ഷെ എനിക്ക് $23 കിട്ടി. സാധാരണ ക്യാൻഡിൽസിന് $14, $11, $10 അല്ലെങ്കിൽ ഈവൻ $5 വരെ നിങ്ങൾക്ക് ഡോളർ സ്റ്റോറിൽ നിന്ന് ക്യാൻഡിൽസ് കിട്ടും. പക്ഷെ ആ ക്യാൻഡിൽസ് ഒക്കെ ഭയങ്കര ടോക്സിക് ആയിരിക്കും. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ക്യാൻഡിൽസ് വാങ്ങിക്കുന്നതാണ് നല്ലത്. അതായത് ഈ സോയ് ബേസ്ഡോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഈ ബീസ് വാക്സ് ബേസ്ഡ് ആണെങ്കിൽ നല്ലതായിരിക്കും. ഒണ്ടാരിയോയിൽ ഒത്തിരി ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എങ്ങനെ വന്നാലും ഇത് നമുക്ക് അവൈലബിൾ ആയിരിക്കും ലോക്കൽ മാർക്കറ്റ്സിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതായാലും നമ്മൾ വി ആർ ട്രൈങ് ടു സപ്പോർട്ട് ലോക്കൽ മാർക്കറ്റ്സ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിന് നമുക്ക് നല്ലതായിരിക്കും, അല്ലേ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭവം ഇവിടെ റാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൽ പകുതി സാധനങ്ങളാണ് എൻ്റെ ഉള്ളത്, പക്ഷെ എന്നാലും എനിക്ക് ഈ ഹോള് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ക്യാൻഡീസ് ഒന്നും അധികം കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. ആര്യൻ അവിടെ കയറിയില്ല ഭാഗ്യത്തിന്, അല്ലെങ്കിൽ അവർ 2-3 എടുത്തേനെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടൂഡിൽസ്, ബൈ ബൈ.